വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅംബിയാഇഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് പരസ്പരം സ്നേഹം ഉണ്ടാവുക എന്നുള്ളത്. പരസ്പരം കരുണ ചെയ്യുക, കൃപ ചെയ്യുക, മയം ചെയ്യുക. ഇന്ന് നമ്മിൽ പലവർക്കും അത് ഇല്ലാതെയായി വരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വ തറാബുഹിം വ തആതുഫിഹിം, പരസ്പരം കരുണ ചെയ്യുകയും പരസ്പരം മയം ചെയ്യുകയും ചെയ്യുന്ന ഒരു മുഅ്മിന്റെ ഉപമ മസലുൽ ജസദി, ഒരു ശരീരത്തെ പോലെയാണ്. ഇദസ്തഖാ മിൻഹു ഉദുവൻ തദാലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സഹകരിക്കും, പനിക്കൽ കൊണ്ടും ഉറക്കൊഴിക്കൽ കൊണ്ടും. ഇതുപോലെയായിരിക്കണം നമുക്ക് ഒരാൾക്കൊരു പ്രയാസം വന്നാൽ മറ്റുള്ളവരെ പല തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യണം. അതിൽപ്പെട്ടതാണ് സദഖ ചെയ്യുക, ധർമ്മം ചെയ്യുക, സൗജന്യം നൽകുക, സക്കാത്ത് നൽകുക. ഇതൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരസ്പരം സഹകരണം അതിലുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, നറുക്കിട്ട കപ്പലിൽ കയറിയ ഒരാളുടെ ഉപമ. നറുക്കിട്ടു, അങ്ങനെ രണ്ട് ആളുകൾ കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൂട്ടരും താഴെ ഭാഗത്ത് ഒരു കൂട്ടരും നിന്നു. താഴെ ഭാഗത്തുള്ളവർക്ക് വെള്ളത്തിന് ദാഹമുണ്ടായി. അവർ മുകൾ ഭാഗത്ത് പോയി വെള്ളം ആവശ്യപ്പെട്ടു, വെള്ളം ചോദിച്ചു, അവർ കൊടുത്തു. അവസാനം താഴെ ഭാഗത്തുള്ള ചിന്തിക്കുകയാണ്, നമ്മൾ എപ്പോഴെങ്കിലും മുകൾ ഭാഗത്തേക്ക് പോകേണ്ടതില്ലല്ലോ, നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ദ്വാരം ഉണ്ടാക്കി വെള്ളം എടുക്കാമല്ലോ. അങ്ങനെ ദ്വാരം ഉണ്ടാക്കി വെള്ളം എടുത്താനുള്ള അവസ്ഥ എന്താണ്? ആ വെള്ളം കപ്പലിൽ കയറി എല്ലാവരും നശിക്കും, അല്ലെങ്കിൽ ആരും നശിക്കുകയില്ല. അതിന് ആ നശിക്കാത്തത് പോലെയുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.